ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് SCERT സീരീസിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇത് 5ാം ക്ലാസ്സിൽ തന്നെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാടറിയാം എന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിലാദ്യം തന്നെ ഒരു കവിതാശകലം കൊടുത്തിട്ടുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനുമമ്മേ. മാതൃവന്ദനം, വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന ഒരു കവിതാശകലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്! നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടെന്ന് കണ്ടെത്തുക. ആ കാര്യങ്ങളാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് കേരളത്തിലൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖയാണ്. ആ പഞ്ചായത്തിൻ്റെ പേരാണ് വാണിയംകുളം. ഈ വാണിയംകുളം എവിടെയാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള, അതിൻ്റെ സമീപത്ത് എന്തൊക്കെയുണ്ട്, അതൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു മാപ്പ്. അപ്പോൾ ഈ വാണിയംകുളത്തിൻ്റെ സൈഡിൽ കൂടെ ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു റെയിൽ പാതയുണ്ട്. പിന്നെ പഞ്ചായത്ത് അതിർത്തി കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ സൈഡിൽ തോത് പ്രകാരമല്ല എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഭാരതപ്പുഴ. പിന്നെ അതിൻ്റെ തെക്കേ അതിരിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതെന്ന്, അത് നമ്മുടെ റെയിൽവേ. അത് നമ്മൾ ഇതിനൊപ്പം പറഞ്ഞു. അപ്പോൾ ഇതിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെ സ്വാധീനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ ക്വസ്റ്റ്യൻ. ഭാരതപ്പുഴയുടെ തീരത്തുള്ള വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെ അതിന് സമാന്തരമായിട്ട് തന്നെ റെയിൽ പോകുന്നത് ഇവരുടെ ഗതാഗതത്തിന് സഹായകമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഇനി ഇതിൽ കൊടുത്താക്കുന്ന ഇനിയിപ്പോൾ കുറച്ച് അവരുടെ ആ ക്ലാസ്സിലെ പ്രോജക്റ്റുകളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തീരപ്രദേശം, ഇടനാട്, മലനാട്. ഞാൻ ആദ്യം നമുക്ക് മലനാടിൽ നിന്ന് തുടങ്ങാം. മലനാട് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള ഭൂവിഭാഗത്തിന് നമുക്ക് മലനാടെന്ന് പറയാം. പിന്നെ ഇടനാട് എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. അത് കഴിഞ്ഞിട്ട് തീരപ്രദേശം, അത് 7.5 മീറ്ററിന് താഴെ വരുന്നത്. അപ്പോൾ ഇതിൽ സൂചികയിൽ ഇത്തിരി തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പച്ച കളറുള്ളതാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത്. 75 മീറ്ററിന് മുകളിൽ, അതായത് നമ്മുടെ മലകളും കുന്നുകളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു വിഭാഗം 75 മീറ്ററിന് മുകളിൽ. ഇടുക്കി ആ ഒരു പ്രദേശമൊക്കെ നമുക്ക് അതിൽപ്പെടുത്താം. ഇനി ഇടനാട് എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഹൈറ്റ് വരുന്നതിന് നമുക്ക് ഇടനാടെന്ന് പറയാം. ഇടനാട് നമുക്കിപ്പോൾ ഈ കോട്ടയം അതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇടനാട്ടിൽ പറയാം. പിന്നെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്ററിനും താഴെ. അപ്പോൾ നമ്മുടെ ആലപ്പുഴ അതുപോലെയുള്ള ജില്ലകളൊക്കെ നമുക്ക് അതിൽപ്പെടുത്താം. അപ്പോൾ കേരളത്തിൽ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പിന്നെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളോട് അതിർത്തി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം. ഇത് നമുക്കൊന്ന് നോക്കാം. 3 പ്രകൃതിയാണ് നമ്മൾ പറഞ്ഞു. ഏതാണ്? തീരപ്രദേശം, ഇടനാട്, പിന്നെ മലനാട്. പിന്നെ അതിലുള്ളത് ഓരോ പ്രകൃതി വിഭാഗത്തിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം, അതും നമ്മൾ പറഞ്ഞു. പിന്നെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം അതേതാണ്? അത് നമ്മുടെ തീരപ്രദേശമാണ്.
പിന്നെ ഈ തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളോടും അതിർത്തിയുള്ള ഭൂപ്രകൃതി ചോദിച്ചാൽ അത് നമ്മുടെ മലനാടാണെന്നും നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് കണ്ടെത്താം. ഈ ലക്ഷദ്വീപ് കടൽ എന്ന് ഉദ്ദേശിക്കുന്ന അറബിക്കടലാണേ. ഇനി മലനാട് എന്താണെന്ന് നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം നമ്മളിപ്പോൾ കണ്ടെത്തി. അപ്പോൾ 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതിയാണ്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായിട്ടുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. ഇനി തീരപ്രദേശം. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. ഇനി കാലാവസ്ഥ. കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഭൂരിഭാഗവും ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നുണ്ടല്ലോ വേനൽക്കാലമായിട്ട് മഴ. അപ്പോൾ ആ മഴയെ പറ്റിയാണ് ഈ പറയുന്നത്. ഇനി മൺസൂൺ എന്താണ്? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ. ഇനി കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്കു നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാകുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാകുകയും ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ മുകളിലോട്ട് പോയിട്ടുള്ള ആ കാറ്റ് തിരിച്ച് നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് തിരിച്ചു വീശുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഇത് ബംഗാൾ ഉൾക്കടലിൽ മുകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഈർപ്പം ഉപയോഗിച്ച് ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ മഴ പെയ്യിക്കുന്നു. അപ്പോൾ കേരളത്തിൽ അതിന് തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. ഞാൻ എൻ്റെ താഴെ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് മണ്ണേൻ നമ്പിയിലെലയ മരമിറുക്ക്. അപ്പോൾ ഇത് മണ്ണെഴുത്തിലെ 2008, 2009 കാലഘട്ടങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. അപ്പം എങ്ങനെയാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത് എന്നാണ് അടുത്തത്. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ
ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ. ആ പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുക്ക് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഇനി ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പിറ്റുമണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ കൂടാതെ കറുത്ത മണ്ണും പിറ്റുമണ്ണും ഇവിടെ കാണപ്പെടുന്നു. മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. ഈ മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യുന്നതാണ്? കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല, തട്ടുകൃഷി. കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല, തട്ടുകൃഷി. അപ്പോൾ ഇതൊക്കെയാണ് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇനി മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഇനി ഭൂമിയിൽ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പുഴകൾ, നീരുറവകൾ, കിണറുകൾ, അങ്ങനെ നമുക്കറിയാമല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 44 നദികളുണ്ട്, 3 കിഴക്കോട്ട്, 41 നദികൾ പടിഞ്ഞാറോട്ട്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാണെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നു. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ എന്നിവയാണ് അതിൻ്റെ സംരക്ഷണ മാർഗങ്ങൾ. ഇനി ഇതിൽ ജല സ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മലിനമാകുന്ന ജീവജാലങ്ങൾ ഇതിനെ സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടിയിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലാദ്യത്തെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി ഹരിത കേരളം മിഷൻ്റെയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. ഇനി മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. തെളിനീരൊഴുകും നവകേരളം ഇതും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. അപ്പം നവകേരളം ഉള്ളത് രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ. ഈ ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. ഇനി കേരളത്തിലെ വിളവൈവിധ്യം. ഇതിൽ നെല്ല്, റബ്ബർ, തെങ്ങ്, തേയില ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി ഇവിടേക്കാണ് തേയില കൃഷി വ്യാപകമായിട്ട് ഉള്ളത്. പിന്നെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലുമാണ് നെൽകൃഷി വ്യാപകമായിട്ടുള്ളത്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു.
സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. അപ്പം മലനാട്ടിൽ ഏതൊക്കെയാണ്? തേയില, ഏലം, കാപ്പി, കുരുമുളക്. അതിന് സാഹചര്യം എന്താണ്? നമ്മുടെ ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, പിന്നെ ചരിവാർന്ന ഭൂപ്രകൃതി. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഭൂപ്രകൃതി മാത്രമല്ല, അതായത് 7.5 മുതൽ 75 അതിനിടക്ക് ഹൈറ്റ് വരുന്നത്, പിന്നെ മണ്ണ്, ഇതൊക്കെ കൊണ്ട് മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ വാഴക്കൃഷി, റബ്ബർ കൃഷി, ഇതൊക്കെ ഇടനാട്ടിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യം. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാകുന്നു. പിന്നെ കായലുകൾ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഇവിടെ കേരളത്തിലെ ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ട് ബന്ധമുണ്ട്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, കായലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ, ഇവയൊക്കെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധമുള്ളതാണ്. ഇനി കേരളത്തിലെ തൊഴിൽ വൈവിധ്യം. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലയിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവങ്ങൾക്കും പങ്കുണ്ട്. ഇവിടെ കുറച്ച് തൊഴിലുകളുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. മീൻപിടുത്തം, പിന്നെ തേയില നുള്ളൽ, നെൽകൃഷി, റബ്ബർ വെട്ടൽ, പിന്നെ കയറ് ഉണ്ടാക്കണത്, പിന്നെ മൺകുടങ്ങളൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ മലനാട്ടിൽ ഇപ്പം നമ്മുടെ തേയില കൃഷി, തേയില നുള്ളൽ, അതൊക്കെ ഒരു തൊഴിലാണ്. പിന്നെ നമ്മുടെ ഇടനാടിൽ പറയുമ്പോൾ റബ്ബർ വെട്ടലൊരു ഇതാണ്. തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കയറ്, ഇതൊക്കെ നമുക്ക് പറയാം. ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിലെ പ്രകൃതി ഭംഗിയും അനുകൂല കാലാവസ്ഥയും പോലെ തന്നെ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചുഴലിക്കാറ്റ്, കാട്ടുതീ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. പിന്നെ ഇവിടെ കവളപ്പാറ ഉരുൾപൊട്ടൽ 2019. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കവളപ്പാറ ഉരുൾപൊട്ടൽ 2019. പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. ഇപ്പോൾ 2019 കവളപ്പാറ, പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020. ഓക്കെ. ഇനി ഇതിൽ കൊടുത്താക്കുന്ന അടുത്ത കാര്യം നമ്മുടെ ദുരന്ത നിവാരണവും ലഘൂകരണവുമാണ്. അതിന് 2018 പ്രളയത്തിൽ കേരളം എങ്ങനെ നേരിട്ടു, അതാണ് ഈ മുകളിൽ കൊടുത്താക്കുന്ന. സന്നദ്ധ പ്രവർത്തകർ, പിന്നെ ബോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മുന്നൊരുക്കങ്ങൾ. ദുരിതപൂർവ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരിതാനന്തര പ്രവർത്തനം എന്ന് 3ആയിട്ട് നമുക്ക് പറയാം. ഈ ദുരിതപൂർവ നിവാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കണം. ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഈ ദുരന്ത സമയമാണെങ്കിൽ രക്ഷാപ്രവർത്തനം,
പിന്നെ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ ഇതൊക്കെ ആസൂത്രണം ചെയ്യണം. പിന്നെ ദുരന്താനന്തരം എന്ന് പറയുമ്പോൾ ദുരന്തബാധിതരെ പുനരധിവസിക്കുക, ഭാവിയിൽ ഉണ്ടാകുമ്പോൾ ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ: കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. റവന്യൂ, ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ല, സംസ്ഥാന. പിന്നെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.